തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മളൊരു ജീവിത സാക്ഷ്യം കേൾക്കുക. ഇന്ന് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു സഹോദരനാണ് ഈ സാക്ഷ്യ ശുശ്രൂഷയെ പങ്കുവെക്കാൻ കടന്നു വന്നിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേര് സജി ഡേവിസ്. തൃശ്ശൂർ അതിരൂപതയിലെ സെൻറ്റ് തെരേസ ചർച്ച് എറവ് ഇടവകമാണ് സജി ഡേവിസ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, യേശുവിനെ നിഷേധിച്ച് യേശുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് നടന്നുപോയൊരു നാളുകളിൽ കർത്താവിൻ്റെ സ്നേഹം ആ വ്യക്തിയെ കണ്ടെത്തി ഇന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. സജി കുടുംബജീവിതം നയിക്കുന്നു. 5 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. നമുക്ക് അദ്ദേഹത്തെ കരങ്ങളടിച്ച് വലിയ സ്നേഹത്തോടെ ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുവചനം. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും, പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഈ നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ലോകത്ത് പലവിധ വ്യതകളാലും രോഗങ്ങളാലും വേദനിക്കുന്ന മക്കളുടെ സൗഖ്യത്തിനായി അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. Praise the Lord. Praise the Lord. Hallelujah. 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 വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയുള്ള സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 12-ാം തിരുവചനം. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് പല വ്യക്തികളെയും സ്വന്തമാക്കുന്നതായി കാണാം. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ആർക്കും ഒതുക്കി നിർത്താൻ സാധിക്കാത്ത ചങ്ങലകളാൽ ബന്ധിച്ചിട്ടും അത് തകർത്തുകൊണ്ട് മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുകയും സ്വയം മുറിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായി കാണാം. പിശാച് ബാധിച്ച വ്യക്തിയെ. അതിൽ സുവിശേഷ ഭാഗം അവസാനിക്കുക വളരെ മനോഹരമായ വചനത്തിലൂടെയാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് ദെക്കപ്പോളിസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് ദെക്കപ്പോളിസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2011 കർത്താവ് ഈശോ മിശിഹ എന്നെ സ്വന്തമാക്കുകയും കർത്താവ് എൻ്റെ ജീവിതത്തിൽ
ചെയ്തു തന്ന കാര്യങ്ങളുമാണ് ഇവിടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമല്ലായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ. അപ്പച്ചൻ 36-ാമത്തെ വയസ്സിൽ ക്യാൻസറെ ബാധിച്ച് 44-ാമത്തെ വയസ്സിൽ അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചി വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടുജോലിക്ക് പോയിട്ടൊക്കെയാണ് ഞങ്ങളെ നോക്കിയിരുന്നത്. 9-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കാറ്റഗിസം നിർത്തി. 8-ാം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം തോറ്റു. 2-ാമത്തെ പ്രാവശ്യവും തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ 14-ാമത്തെ വയസ്സിൽ ഞാൻ പഠനം അവസാനിപ്പിച്ചു. അപ്പച്ചനെ വയ്യാതിരിക്കുന്ന സമയമായതുകൊണ്ട് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പ്രായത്തിൽ ഞാൻ ചെന്നുപെട്ട ജോലി തൃശ്ശൂര് ജയ്ഹിന്ദ് മാർക്കറ്റിലാണ്. കൊച്ചു പ്രായത്തിൽ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളും കണ്ടങ്ങനെ വളർന്നു വന്നു. എന്നാലും അതൊന്നും പുറത്തേക്ക് ഞാൻ എടുത്തില്ല. കാരണം വീട്ടിൽ അപ്പച്ചുണ്ട്. എൻ്റെ ജീവിതം പതുക്കെ മാറി തുടങ്ങുന്നത് അപ്പച്ചൻ്റെ മരണശേഷമാണ്. കാരണം അപ്പച്ചൻ്റെ അടുത്ത് ഒരു കളികളും നടക്കില്ല. കാരണം അപ്പച്ചൻ പട്ടാളം മാർക്കറ്റിലാണ് വളർന്നു വന്നത്. 14 വയസ്സിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ അവിടെ വെച്ച് കുർബാന പോക്ക് അവസാനിച്ചു. അപ്പച്ചനെ മരണശേഷം ഞാൻ ചെന്നുപെട്ട ജോലി തൃശ്ശൂര് ശക്തൻ മീൻ മാർക്കറ്റിലാണ്. അവിടെ നിന്നാണ് പതുക്കെ വഴി തെറ്റിപ്പോകുന്നത്. കാരണം അമ്മച്ചി ജോലിക്ക് പോവും, ചേട്ടനും ജോലിക്ക് പോവും, പിന്നെ ഞാൻ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. കാരണം മത്സ്യമാർക്കറ്റിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ 5 മണിക്ക് കച്ചവടം തുടങ്ങും. കാലത്ത് 9 മണിയാകുമ്പോഴേക്കും കച്ചവടം തീരും. 10 മണിക്ക് വീട്ടിലേക്ക് എത്താം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 5 മണിക്ക് പോയാൽ മതി. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ പതുക്കെ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് തിന്മ നിറഞ്ഞ ഒരു ജീവിതം. ശരീരം എന്തു പറയുന്നു, മനസ്സെന്തു പറയുന്നു, അതിനനുസരിച്ചുള്ള ഒരു ജീവിതം. 27 വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ വളരെ നിരാശനായിട്ടാണ്. കാരണം ഒരു തുണിക്കടയിൽ ജോലിക്ക് പോയിരുന്ന എൻ്റെ ചേട്ടൻ നിസ്സാര പൈസ കൊണ്ട് ഒരു കുടുംബവും ആയി ജീവിക്കുന്നു. കൈ നിറച്ച് പൈസ കിട്ടിയിട്ടും വീണ്ടും കടം ബാക്കിയായി ഞാൻ നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് മരിച്ചു കളയാം, ജീവിതം മടുത്തൊരു സാഹചര്യത്തിൽ ഒരു സുഹൃത്ത് പറയുകയാണ്, കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, നീ അങ്ങോട്ടൊന്ന് ചെല്ല്. ഞാൻ പോയില്ല. കാരണം ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു വച്ചിരുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സും കൂടിയിട്ട് ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു. ഹൈന്ദവരെ അവരുടെ ദൈവങ്ങളെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു. മുസ്ലിംസുകൾ അവരുടെ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു. ഇതെല്ലാം കച്ചവടമാണ്. ദൈവം എന്ന് പറയുന്നത് ഒന്നുമില്ല. കാരണം ഒരു ഉപദ്രവം വയ്ക്കാത്ത നല്ലൊരു മനുഷ്യനായ എൻ്റെ അപ്പച്ചനെ എന്തുകൊണ്ട് ഈ ഗതികേട്? മാർക്കറ്റിലൊക്കെ ഒരുപാട് മദ്യപാനികളെ കണ്ടിട്ടുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ
ദൈവത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല. ആയിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോയില്ല. ആ ദിവസം പോണ്ട ദിവസം കളിക്കാൻ പോയി. പന്ത് കളിക്കുന്ന സമയത്ത് വലിയൊരു പരിക്ക് പറ്റി, നല്ല ഫൗള് കിട്ടി. വീട്ടിൽ വന്നു. പുലർച്ചെയായപ്പോൾ കാലുമ്മ നീര്. അങ്ങനെ തൃശ്ശൂരുള്ള മദർ ഹോസ്പിറ്റലിലേക്ക് പോയി. MRI സ്കാൻ എടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി കാല് മടങ്ങില്ല, കാരണം ലിഗ്മെൻ്റ് കീറിൽ വീണു, കാറ്റ്ലേജ് പുറത്തേക്ക് തള്ളി, ഒരുപാട് സമയം പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലിരിക്കുന്ന സമയം. ആകെ വീണ്ടും നിരാശ. എല്ലായിടത്തും തോൽവികൾ മാത്രം. കാറ്റഗിസത്തിൽ തോറ്റ് 4ാം ക്ലാസ്സിൽ അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസത്തിൽ 8ാം ക്ലാസ് അവസാനിപ്പിച്ചു. എല്ലായിടത്തും തോൽവി മാത്രം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. എൻ്റെ ആ കൂടിയൊരു സന്തോഷം എൻ്റെ സുഹൃത്തുമായുള്ളൊരു മദ്യപാനം മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയാതെ ബൈബിൾ ഒന്ന് തുറന്നു നോക്കി. എനിക്ക് കിട്ടിയ പുസ്തകം സുഭാഷിതങ്ങളുടെ പുസ്തകമാണ്. അത് വായിച്ചു നോക്കിയപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നി. എന്നാ പിന്നെ ധ്യാനം കൂടാം എന്ന് കരുതികൊണ്ട് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് ധ്യാനത്തിന് പോയി. ആദ്യത്തെ ദിവസം മനസ്സിലായി, പെട്ടുപോയി. ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ മനസ്സിലായി ഇത് മടുപ്പാണ്. കാരണം ഗാനമേളയ്ക്കും ശിങ്കാരിമേളങ്ങൾക്കും പെരുന്നാളിൻ്റെ ബാൻഡ് സെറ്റിനും മാത്രമാണ് താളം പിടിക്കാൻ ഞാൻ ഈ കരമുയർത്തിയിരുന്നത്. അവിടെ ധ്യാനത്തിന് സിസ്റ്റേഴ്സ് പറയും, കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ. ഞാൻ സ്തുതിക്കില്ല. ഞാൻ പതുക്കെ കയ്യെ ഇവിടെ വരെ വയ്ക്കും. എൻ്റെ റൂമിൽ 5 പേരായിരുന്നു, ഞാനടക്കം. അതിൽ ഒരാൾ എപ്പോൾ നോക്കിയാലും ജപമാല പിടിച്ച് നടക്കും, ഒരാൾ ബൈബിള് കെട്ടിപ്പിടിച്ച് നിൽക്കും. 2 പേരെ കെടുക്കുന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ, കാരണം ഫുൾ ടൈം ചാപ്പല്ല. അപ്പം എൻ്റെ കൂടെയുള്ള വ്യക്തി പറഞ്ഞു, എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, പരിശുദ്ധാത്മാവിനെ ചോദിക്കേ. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവാ? ഇനി വേറെ ആരുണ്ടോ? അങ്ങനെ മടുത്തുകൊണ്ട് ദേഷ്യം വന്ന്, അവിടെ ആദ്യത്തെ ക്ലാസ് ദൈവം സ്നേഹമാണെന്നുള്ള ക്ലാസ്സായിരുന്നു. എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അങ്ങനെ കൗൺസിലിങ്ങിന് പോയിരുന്നു. ആ ചേച്ചി എന്തോ ശബ്ദം കാണിച്ചു. അത് കഴിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു. വീണ്ടും ഈ പറഞ്ഞ പോലെ സ്തുതിപ്പിലൂടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആരും ഒളിപ്പിച്ചു വച്ചിരുന്ന, ആരും അറിയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അപ്പോൾ ആ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇരുത്തം വന്നു, ഒരു ചിന്ത, ദൈവം ഉണ്ടോ ഇനി? കാരണം അത്രമാത്രം മ്ലേച്ഛമായ പാപങ്ങളെല്ലാം ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു പരിചയവുമില്ല. അപ്പോൾ ആ ധ്യാനം തുടങ്ങിയ എല്ലാ ക്ലാസ്സിലും സിസ്റ്റേഴ്സ് പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് തുടങ്ങി വെച്ചത് മോൺസിഞ്ഞോർ CJ വർക്കച്ചൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ CJ വർക്കച്ചൻ്റെ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് കൈവച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇവർ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന് ചോദിക്കാൻ പറയുന്നുണ്ട്, ചില പേര് പറഞ്ഞ് പരിശുദ്ധ കന്യകാമരത്തെ ചോദിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലെല്ലാം ഈ കൗൺസിലിങ്ങിൽ ഈ അനുഭവം പങ്കുവെച്ചത് മാത്രമാണ്.
ഒതുങ്ങി അവിടെ ഇരുന്നു. വർക്കച്ചനോട് പ്രാർത്ഥന സഹായം ചോദിച്ചതിന് ശേഷം ആ കസേരയിൽ ഇരിക്കുമ്പോൾ സിസ്റ്റർ നിർമ്മൽ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ കടന്നു വന്നു. വചനം പങ്കുവയ്ക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ഉള്ളിൻ്റെ ഉള്ളില് സങ്കടം വരാൻ തുടങ്ങി. ചുമ്മാ ഇരുന്ന് കരയാ. സ്വന്തം അപ്പച്ചൻ മരിച്ചപ്പോൾ ഇനി എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചെടുക്കുന്ന അപ്പച്ചൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കുമ്പോൾ പോലും കണ്ണീര് വരാത്ത ഞാൻ അന്നിരുന്ന് കരഞ്ഞു. എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടം. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഇതുവരെയുള്ള ചിന്ത, എൻ്റെ തകർച്ചയ്ക്ക് കാരണം മറ്റുള്ളവരാണ്. പക്ഷെ ആ ക്ലാസ്സിൽ ആ വചനം വ്യാഖ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവിനെ ഞാൻ മറന്ന് ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായി ഞാൻ തമ്പുരാന്റെ സന്നിധിയിലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു സ്തുതിക്കുന്ന സമയത്ത്, കർത്താവായ യേശുവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലെ ഉയർത്തിപ്പിടിച്ച സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കുരിശുമത്തെ വലത്തു കരത്തുമെന്ന് എൻ്റെ ഇടത്ത് കരത്തുമിലേക്ക് ചോര ഇറ്റിട്ട് വീഴണായി തോന്നി. കയ്യും തലയുമെല്ലാം തരിച്ചു തുടങ്ങി. ആ സമയത്ത് ഒരു സിസ്റ്റർ പറയുകയാണ്, ഇതാ കർത്താവായ യേശു ക്രിസ്തു ഇതാ ഒരു മകനെ തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ സ്തുതിക്കാത്ത ഞാൻ സ്തുതിക്കുമ്പോ ഭാഷാവരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറയാൻ സാധിക്കുന്നില്ല. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാവ് തെന്നിപ്പോകുന്ന അവസ്ഥ. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവമുണ്ട്. അതിനുശേഷം ആരാധന സമയത്ത് ഈശോനെ എഴുന്നള്ളിച്ചു വെച്ച സമയത്ത് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ കാല് മടങ്ങില്ല. പിറ്റേ ദിവസം ഞാൻ ആ റൂമിൽ എഴുന്നേൽക്കുമ്പോൾ, മിശിഹായ സ്നേഹമുള്ളവരെ, ഞാൻ കാല് മടക്കി വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിന് പരിപൂർണമായ സൗഖ്യം. അതിനുശേഷം ആ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷയാണ്. തൊട്ടപ്പുറത്തുള്ള സഹോദരൻ്റെ കാൽക്ക വീണ് മാപ്പ് ചോദിക്കുക. ഞാൻ ആ സഹോദരൻ്റെ മുന്നിൽ മുട്ടുമടക്കി കാൽ പിടിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ദർശനം എൻ്റെ അമ്മച്ചിയുടെ കണ്ണീര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ ഇങ്ങനെ കരയുന്നതായി കാണിക്കുക. കാരണം ഞാൻ നാട്ടുകാർക്ക് അധികം ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് നുണ പറയും, വഞ്ചിക്കുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്നത് എൻ്റെ അമ്മച്ചിയെയും ചേട്ടനെയും. കാരണം അവരെ പണിത് കൊണ്ടുവരുന്നത് ഒരു ഇത്തിക്കണ്ണി പോലെ ഭക്ഷിക്കുന്ന ഒരു വ്യക്തി. എനിക്ക് കിട്ടുന്ന പൈസയെല്ലാം ദൂർത്തടിച്ച് കഴിയുന്നൊരവസ്ഥ. അവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞു കോഴിക്കോടിന് തൃശ്ശൂരെത്താനായിട്ട് 3.5 മണിക്കൂർ എടുക്കും. എനിക്കറിയില്ല, വീടെത്തന വരെ നാവ് ചലിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ സാധിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ കറക്റ്റ് കാല് പിടിക്കാൻ പാകത്തിന് അമ്മ കട്ടളയമ്മ ഇരുന്ന് കാലിനിട്ട് വെച്ചിരിക്കും. നോക്കുക, കാലിനിട്ടിരിക്കുക. ഞാൻ ഓടിപ്പോയിട്ട് അമ്മേൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അമ്മ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ പറയാൻ പറ്റുന്നില്ല. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതിനുശേഷം
14 വയസ്സ് തൊട്ട് ഉപേക്ഷിച്ച വിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതെ പോയി തുടങ്ങി. അപ്പോഴും എനിക്ക് സംശയം ഇതായിരുന്നു, എങ്ങനെയായിരിക്കും ഈ സഹോദരിക്ക് ഈ ഒരു അനുഭവം, ഒരു പരിചയമില്ലാത്ത എൻ്റെ കാര്യങ്ങൾ എങ്ങനെ വെളിപ്പെട്ട് കിട്ടി? ഈ ഒരു ചിന്തയായിരുന്നു. ആ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മദ്യപാനം, തെറി പറയുന്ന ശീലം, കള്ളം പറയുന്ന ശീലം കർത്താവ് എടുത്തു മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, സത്യാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ അവൻ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ജെറുസലേം ധ്യാന കേന്ദ്രത്തെ ചാപ്പലില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. ഒരു സുഹൃജപം പോലെ ഇതാവർത്തിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ആ ചാപ്പലിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും വന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടു. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരാൾ പറയാണ്, അവർക്ക് മക്കളില്ല, നീ ചോദിക്കേ. അവർക്ക് മക്കളില്ല, നീ ചോദിക്കേ. ഞാൻ എങ്ങനെ ചോദിക്കും? ഒരു പരിചയവുമില്ല. പക്ഷെ ആ ചാപ്പലിൽ നിന്ന് ഇറങ്ങി പോണ സമയത്ത് ശക്തമായ പ്രേരണാല് ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടും നിങ്ങൾക്ക് മക്കളില്ലേ? അവര് സ്റ്റക്കായി നിന്നുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറേയായി, മക്കളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഞാൻ ബ്രദറൊന്നല്ല, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മക്കളെ ലഭിക്കാനെങ്കിൽ കർത്താവിൻ്റെ മഹത്വത്തിനായി ആ ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധാത്മാ ചോദിച്ചപ്പോഴൊക്കെ അതൊക്കെ കറക്റ്റായി. ഞാൻ അവിടെ ഇരുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വ്യക്തമായി. എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വ്യക്തമായി. അതിനുശേഷം കർത്താവ് ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ നടത്തിക്കുകയായിരുന്നു. വല്ലാത്തൊരു അനുഭവം. കാരണം ഒരു ആരാധന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രേരണ ബസിലിക്ക പള്ളിയിൽ പോയിരിക്കാൻ. അങ്ങനെ ബസിലിക്ക പള്ളിയിലേക്ക് പോയ സമയത്ത് കുർബാനയുടെ സമയം നോക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു വ്യക്തി എൻ്റെ കയ്യിൽ തോണ്ടി. അപ്പം ഞാൻ നോക്കിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രം എടുത്ത ഒരു വ്യക്തി. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കൈയും ഒടിഞ്ഞിട്ടുണ്ട്. 2 കൈയും ഒടിഞ്ഞിരിക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാം. എത്ര നിർബന്ധിച്ചിട്ടും ആൾ പറയുന്നത് സർബത്തോ അല്ലെങ്കിൽ സോഡയോ മദീന. ഞാൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ തരാം, വാങ്ങിച്ചു തരാം. അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ 2 കൈയും ഒടിഞ്ഞത് കൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകാനായിട്ട് ബുദ്ധിമുട്ട് കൊണ്ട് 7 ദിവസമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിക്കുക. സങ്കടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, ചേട്ടന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഹോട്ടലിൽ പോയിട്ട് കഞ്ഞി കോരി കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇപ്രകാരമായിരുന്നു, ദൈവം എത്ര നീതിമാൻ, ദൈവം എത്ര നീതിമാൻ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം അധ്യായത്തിലെ കർത്താവിന്റെ വചനം പറയുകയാണ്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയെങ്കിൽ ഞാനത് മാറ്റിവെക്കില്ല. അതിനപ്പുറത്തേക്ക് കർത്താവ് വലിയൊരു അനുഭവത്തിലേക്കായിരുന്നു കൊണ്ടുവരുന്നത്. അതായത് ഒരു സുഹൃത്ത് വഴി അറിഞ്ഞു, ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു മകൻ
തളർന്നു കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ ഈശോയെക്കുറിച്ച് പറയും, എൻ്റെ കാര്യങ്ങളെല്ലാം പറയും. ക്ലീൻ ചെയ്യാനായിട്ട് വേറെ പ്രാർത്ഥനയിലത്തെ സഹോദരന്മാർ വരും. അപ്പോൾ ഈ അമ്മ എപ്പോഴും പറയും, സജി മോനെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ മോനെ വിളിച്ചിട്ട് ഈശോനെ കുറിച്ച് പറഞ്ഞോളൂ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഈശോയെക്കുറിച്ച് കേൾക്കാൻ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഇപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മോനെ ഇങ്ങനെ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുക, ഇപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ തീക്ഷ്ണതയിൽ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ തളർന്ന് കിടക്കുകയാണ് ഈ മകൻ. അരക്ക് കഴുപ്പത്തേക്ക് ചലിക്കില്ല. അങ്ങനെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഇദ്ദേഹത്തെ നീ ഒന്ന് ചുംബിക്കേ. ഞാൻ നോക്കുമ്പോൾ മുഖത്തെല്ലാം ചിക്കൻ ബോക്സ് ഒന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നീ ഒന്ന് ചുംബിക്കേ. ഞാൻ അദ്ദേഹത്തോട് പോവാൻ നേരത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും, നീ കർത്താവിനെ സ്വീകാര്യമായ മനുഷ്യനാണ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ നിന്ന അമ്മ ദൈവമേ എന്ന് വിളിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് എത്തി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്നെ വീണ്ടും വിളിച്ചു. അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സജി ഇപ്പോൾ മോൻ പറയുന്നു എന്നെ ചുംബിച്ചത് സജിയല്ല ഈശോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ മനസ്സിലാക്കി കർത്താവിൻ്റെ വചനം പറഞ്ഞു ശരിയാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് നീ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അതിന് ശേഷമുള്ള ഒരു വ്യക്തിപരമായ ഒരു മാറ്റമാണ് കർത്താവ് എനിക്ക് നൽകിയത്. ഒരു വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറയുകയാണ്, ആ വചനത്തിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23. അങ്ങനെ കർത്താവിൻ്റെ വചനം അനുസരിച്ചിട്ടാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടത്. അതിനെ വചനം കാണാപാഠം പഠിച്ചു തുടങ്ങി. അങ്ങനെ വചനം കാണാപാഠം പഠിച്ചപ്പോൾ ഒരു വചനം മാത്രം വായിക്കും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വായിക്കുമ്പോൾ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിപ്രകാരമാണ് ഈ വചനം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനം, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. കാരണം ഒരു വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം 2003 വലിയൊരു കേസ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. 2003 തൃശ്ശൂർ റൗണ്ടിലെ അമ്മയോട് കൂടെ ഒരു നാടോടിയായ കുടുംബത്തിലെ അമ്മയോടുകൂടെ ഉറങ്ങിക്കിടന്ന ഒരു 3 വയസ്സുകാരി പെൺകുട്ടിയെ എടുത്തു കൊണ്ടുപോയി പീഡിപ്പിച്ചു. അങ്ങനൊരു സംഭവം നടന്നുണ്ട് 2003. അന്ന് എനിക്ക് 20 വയസ്സാ. ഇതിങ്ങനെ എല്ലാ ദിവസവും പത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പത്രം വായിക്കാതെ ഇതൊന്നും അറിയുന്നില്ല. എന്നോട് വിരോധമുള്ള, എൻ്റെ സ്വഭാവം വളരെ മോശമായതുകൊണ്ട് എന്നോട് വിരോധമുള്ള ഒരു വ്യക്തി
അന്ന് CI ഷാഹുൽ ഹമീദ് സാറിന് ഒരു ഊമകത്ത് എഴുതി മീൻ മാർക്കറ്റിൽ പണിയുന്ന സജിയാണ് ഈ കൃത്യം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ 2 പോലീസുകാർ വീട്ടിൽ വന്നു. അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഊമകത്തായ കാരണം പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റില്ല. അവർ പറഞ്ഞു CIനൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ബോഡി ചെക്കപ്പിന് പോവാന്ന് പറഞ്ഞു. ബോഡി ചെക്കപ്പിന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് 7 മണി സമയത്ത് എന്നെ പോലീസ് ജീപ്പിൽ കയറ്റി എന്നിട്ട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന പോലെ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. ആ സമയത്ത് എന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. മൂന്ന് വയസ്സുകാരി പെൺകുട്ടീനെ, നടക്കാൻ പോലും സാധിക്കാത്ത ആ കൊച്ച് ഇങ്ങനെ നടന്നു വന്നു. രാത്രിയുടെ ആ ഇരുണ്ട രാത്രിയിൽ ചെയ്തു പോയ ഒരു വ്യക്തിയാണ്. 3 വയസ്സായിട്ടുള്ള ആ കൊച്ചിക്ക്. ആ കൊച്ച് ഏകദേശം ഒരു രൂപം കണ്ട് ഞാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വരെ എന്നെ തല്ലുകൊല്ലും. അങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പം ഞാൻ എൻ്റെ വലത്ത് കണ്ണ് വലത്ത് സൈഡിലേക്ക് നോക്കിയപ്പോൾ 2ാം നിലൻ്റെ മുകളിൽ നിൽക്കണ ഈ കൊച്ച് അബദ്ധവശ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എടുത്തു ചാടാം. ആ ചിന്തിച്ച് നിൽക്കുക. അപ്പം കൊച്ചു പറഞ്ഞു ഇദ്ദേഹമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ കൊച്ചു തിരിച്ചു പോയതാ. അപ്പോൾ വേറൊരു പോലീസുകാരൻ ആ കൊച്ചിൻ്റെ മുഖം ഒന്ന് കഴുകിച്ച് ഒന്നുകൂടി നോക്കിപ്പിച്ചേ. വീണ്ടും കൊച്ചിൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകിച്ച് വീണ്ടും കൊണ്ടുവന്ന് നിർത്തി. അതിന് ശേഷം പിന്നീട് ഇതാരാ ചെയ്തതെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ നാട്ടിലൊക്കെ ഭയങ്കര നാണക്കേടായി. ഏകദേശം 1 മാസത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥ തമിഴ്നാട്ടിലുള്ള ഒരു സ്വദേശിനെ പിടിച്ചു. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുരുക്കിലാക്കിയ വ്യക്തിയെ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണം. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ ഇടിച്ചു കൊല്ലണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വചനം ലാസ്റ്റ് കർത്താവിനെ ഈ വചനം അനുസരിച്ചാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പരിപൂർണമായി ഈ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു. കർത്താവേ, ഇവൻ എൻ്റെ മേൽ ചെയ്ത ഈ കുറ്റം ഇവൻ്റെ മേൽ ആരോപിക്കാതെ അവൻ അനുഗ്രഹിക്കണമേ. കാരണം അവൻ ഈ ചെയ്തത് പരിശുദ്ധാത്മാവിനാലല്ല അശുദ്ധാത്മാവിനാലുള്ള ബോധ്യം എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഈ മീൻ മാർക്കറ്റിലത്തെ ജോലി എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കണം. മോശപ്പെട്ട മീനൊക്കെ കൊടുക്കേണ്ടി വരും. അതിനുശേഷമാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ ജോലിനൊന്നും മാറാനായിട്ട്. അങ്ങനെ ഞാൻ തെങ്ങൊക്കെ കയറാൻ പോയിട്ടുണ്ട്. ഈ ജോലി മാറിയിട്ട് തെങ്ങ് കയറാനൊക്കെ പോയിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട് പരിശുദ്ധാത്മാവ് നയിച്ചത്. കാരണം തെങ്ങ് മുറിക്കുന്ന സമയത്ത് ഞാൻ മോളെ കയറിയിട്ട് തെങ്ങ് മുറിക്കാൻ പോവാ. മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു മാവുമ്മയാണ് ഈ തെങ്ങ് ചാഞ്ഞിക്കണത്. അപ്പോൾ മാവിൻ്റെ വലിയ തടി വെട്ടിയിട്ട് പിന്നെ തല ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് മാവുമ്മ 4-5 വെട്ട് വെട്ടിയപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാ മണ്ണിൻ്റെ അടിയിൽ ഈ തെങ്ങ് പൊട്ടിയിരിക്കുക. വീണ്ടും വെട്ടി. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഈ തെങ്ങിൻ്റെ കട പൊട്ടിയിരിക്കുക. ഞാൻ പതുക്കെ ഇറങ്ങി മുറിക്കാൻ വന്ന ബിജു സഹോദരന് പറഞ്ഞു, ബിജു, ഇത് തെങ്ങ് പൊട്ടിയെന്ന് തോന്നുന്നുണ്ട്, നീ ഒന്ന് നോക്കി നോക്കിയ. അവൻ ശക്തിയായിട്ട് കൈകൊണ്ട് ഊന്തിയതാ. തെങ്ങ് കട പുഴകി അപ്പുറത്തെ വീടിൻ്റെ സെൻസേഡുമിക്ക് വീണു. എനിക്ക് മനസ്സിലായി ദൈവം എന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. കാരണം ഞാൻ തെങ്ങ് കയറാൻ പോകുമ്പോൾ ഏത് വശത്താണോ തെങ്ങ് കയറാനുള്ളത് ആ വശത്ത് വിശുദ്ധ ബലി അർപ്പിക്കും. ദിവ്യകാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുഹൃതം ഇങ്ങനെയാണ്: പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന എൻ്റെ കർത്താവായ യേശുവേ, ഞാൻ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് തെങ്ങുകാറ കർത്താവ് സംരക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്
കോവിഡ് കാലത്ത് കുർബാനയെല്ലാം അവസാനിപ്പിച്ച സമയത്ത്, കുർബാന ഒന്നും കിട്ടാൻ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഓഫർ വരാണ്. ഇടവക പള്ളിയിലെ കപ്പ്യാർ റിട്ടയർഡായി പുതിയ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, എഴുതിയ കൊടുത്തു, എന്നെ കപ്പ്യാരാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ രണ്ടനുഭവങ്ങളോടും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യത്തെ അനുഭവം എന്നെ മാനസികമായ വാചികമായ പ്രാർത്ഥനയിൽ നിന്നും മാനസികമായ പ്രാർത്ഥനയിലേക്ക് വളർത്തുന്നതായിരുന്നു. അത് കപ്പ്യാരായിരിക്കുന്ന സമയത്ത് രോഗിലേപനത്തിനായിട്ട് ഒരു സഹോദരൻ വന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് രോഗീലേപനം കൊടുക്കാനായിട്ട്. അങ്ങനെ കൊച്ചച്ഛൻ ദിവ്യകാരനെടുത്ത് അങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അദ്ദേഹം അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പോഴും അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അപ്പം അദ്ദേഹത്തിന് നാണക്കേടായി. അദ്ദേഹം പിന്നെ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം ഇപ്പം ഞാനും വിചാരിച്ചു അച്ഛൻ എന്തോ മൂഡ് ഓഫ് ആയിരിക്കും. അതിനുശേഷം രോഗിലേപനമെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ സ്വസ്ഥമായിട്ടിരുന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ചേട്ടാ വിഷമം വിചാരിക്കരുത്, ഈശോ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. ഈശോ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. അതിൽ നിന്ന് വ്യക്തമായൊരു അപ്പോൾ തന്നെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരാണ്. ഒരു പുരോഹിതൻ്റെ കയ്യിൽ ഈശോ വരുമ്പോൾ അദ്ദേഹം ഇത്രമാത്രം നിശബ്ദനായെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയ്ക്കും ഈശോ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ എത്രമാത്രം നിശബ്ദനാവണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നു മുതൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ മൗനമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെയാണ് ഈശോയുടെ സ്വരം കേൾക്കാനായിട്ട് വലിയ അനുഭവമാണ്. പെട്ടെന്ന് നമുക്ക് ഈശോൻ്റെ സ്വരം മനസ്സിലാവും. തെറ്റപ്പ് തിരുത്തും. കാരണം ഒരു സമയത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഈശോ തെറ്റ് തിരുത്താണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം പങ്കുവെക്കാൻ പോകുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ വിളിക്കും. പക്ഷേ നീ സ്വസ്ത്ര കാഴ്ചയെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കില്ല. നീ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ വിളിച്ച് ചെയ്യുമ്പോൾ അത് അത്രത്തോളം മനോഹരമാകുമെന്ന് പഠിപ്പിക്കും. ഇതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ വരെ തിരുത്തിക്കൊണ്ട് ഈശോ നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കപ്പ്യാരല്ല, അത് വേറൊരു അനുഭവമാണ്. 2 മരണം കണ്ടതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. കാരണം അന്ന് കൈക്കാരനായിരുന്ന തോമസ് ഏട്ടൻ ഒരു മൃതസംസ്കാര സമയത്ത്, മൃതസംസ്കാരമൊക്കെ കഴിഞ്ഞ സമയത്ത് പുറകിന് ഒരു വിളി വന്നു, സജ്ജി എന്ന് വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ കൈക്കാരൻ തോമസ് ഏട്ടനാണ്. ഞങ്ങളായിട്ട് സംസാരിച്ചു, മോള് പോയി സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞ ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സങ്കീർത്തിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരാണ്. എറവ് സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു അപകടം നടന്നു. അതിൽ തോമസ് ഏട്ടൻ മരിച്ചുപോയി. ചിന്തിച്ചു, ഞെട്ടിപ്പോയി. കാരണം 2 ദിവസം മുമ്പാട് സംസാരിച്ച് പിരിഞ്ഞുള്ളൂ. എന്നെ ചിന്തിപ്പിച്ചത് മൃതസംസ്കാര സമയത്ത് തോമസ് ഏട്ടൻ തൊട്ടു പുറകിലുണ്ട്. ആ തോമസ് ഏട്ടൻ അറിയില്ല അടുത്ത കല്ലറ തോമസ് ഏട്ടനുള്ളതാവുന്നു. എന്ന് വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. 2ാമത്തെ ഒരു മരണം, ഞാൻ പള്ളി തുറക്കാനായിട്ട് പുലർച്ചെ വരുമ്പോൾ എനിക്ക് മനസ്സിലായി പള്ളീൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു അപകടം നടന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി നോക്കി. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു വലിയ അപകടമായിരുന്നു. ആ അപകടത്തിൽ ഒരു അച്ഛനും 3 വയസ്സായ മോനും മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശിരസ്സൊക്കെ തകർന്നു പോയി. മോനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് അദ്ദേഹം അതൊരു അപകടം ഉണ്ടാകുന്നത്. എന്നെ ചിന്തിപ്പിച്ചതാണ്, അവരെ ചന്ദ്രമതി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർ വിചാരിച്ചില്ല ഈ കപ്പൽപ്പള്ളിയുടെ മുൻപിൽ വെച്ച് ഈ ലോകത്തോട് ഞങ്ങൾ വിട പറയുന്നു. അമ്മയുടെ മാറിലായിരുന്നു ആ 3 വയസ്സുകാരൻ കിടന്നത്. അമ്മയുടെ മാറിൽ നിന്നാണ് ആ 3 വയസ്സുകാരൻ മരിച്ചു പോയത്. ഞാൻ വചനം ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി.
എനിക്ക് സ്വസ്ഥതയില്ലാതെയായി. കാരണം മരിച്ചതിന് ശേഷം ഇനി എന്താ സംഭവിക്കുക? ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കത്തോലിക്ക സഭയുടെ CCC ഒക്കെ വായിച്ച് മനസ്സിലാക്കി. അപ്പം എനിക്ക് മനസ്സിലായി, എല്ലാ മക്കളും കർത്താവിനറിയണം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപങ്ങൾ മോചിക്കാനാ. വലിയ ബോധ്യം കിട്ടി. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഒരു ബോധ്യം കിട്ടി. നമ്മൾ ജീവിക്കേണ്ടത്, എനിക്ക് വ്യക്തമായി ബോധ്യം കിട്ടി, ഞാൻ ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിന് വേണ്ടി. കാരണം കർത്താവായ യേശുവിനെ ഏറ്റുപറയണം. അന്ന് മുതലേ ഭാര്യയുമായി ഞാൻ സംസാരിച്ചു. കാരണം ഭാര്യയുണ്ട്, 5 മക്കളുണ്ട്. പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനം ഇപ്രകാരമായിരുന്നു, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ പ്രസംഗിക്കും? തീരുമാനമെടുത്തു. തെരുവിലെ വചനം പ്രഘോഷിക്കാം. അതുകൊണ്ട് വേറൊന്നുമല്ല. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. അങ്ങനെ ഞാൻ ഒരു സഹോദരനുമായി കൂട്ടായി ഈ ഷോപ്പിംഗ് മാള്, ജനങ്ങൾ തങ്ങി നിൽക്കുന്ന ബസ് സ്റ്റാൻഡുകൾ, അവിടെയെല്ലാം കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും എന്നെ ഓർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയങ്ങളിൽ സജീവ്രതയിലൂടെ നമ്മൾ കേട്ടു, കർത്താവിൻ്റെ സ്നേഹം ഒരു വ്യക്തിയെ എപ്രകാരമാണ് രൂപാന്തരപ്പെടുത്തുന്നത്. യെശയ്യാ 59:1 പറയുന്നു, രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ചെല്ലുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് തൻ്റെ സ്നേഹത്തിൽ തൻ്റെ മാറോട് ചേർക്കുന്നു. ആ വ്യക്തിയിലേക്ക് യേശു വന്ന് ജനിക്കുന്നു. ആ വ്യക്തിയിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇന്നൊരു പുതിയ സൃഷ്ടിയായി അദ്ദേഹം മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളും നടച്ച് 2 കരമൊന്ന് ഉയർത്താം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഈ രാത്രികാല ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, എന്നിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കട്ടെ കർത്താവേ. എന്നിലൂടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ എൻ്റെ ചുറ്റുപാടുകളിൽ, സമൂഹങ്ങളിൽ സംഭവിക്കണം. ഞാനും അവൻ്റെ ഒരു സാക്ഷിയായി മാറണം. കർത്താവിൻ്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയായി മാറണം. അതിനുള്ളൊരു വിളി എനിക്ക് തരണമേ. അതിനുള്ളൊരു വിളി എനിക്ക് അഭിഷേകമായി അവിടുന്ന് തരണമേ. കരമുയർത്തി അതരം തുറന്ന് യേശുവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിനെ വിളിച്ചെന്ന് ആരാധിച്ച്, പുതിയൊരു അഭിഷേകം നിങ്ങളിൽ നിറയട്ടെ. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുവാൻ, സത്യ സുവിശേഷത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായി മാറുവാൻ ദൈവമേ എനിക്ക് അഭിഷേകം തരണമേ, കൃപ തരണമേ. എന്നിലൊരു മാറ്റം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനൊന്നും മഹത്വപ്പെടുത്താം. കരമൊക്കെ നടിച്ച് എലീശായിൽ കവിഞ്ഞവനേ, പടമോ
എലീശായി സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. കരമൊന്നുയർത്തി കരങ്ങൾ അടിച്ചൊന്ന് പാടാമോ? ശക്തിയിലഭിഷേകം, ആമേൻ ആമേൻ. അഗ്നിയിലഭിഷേകം, ഗ്ലോറി ഗ്ലോറി. വിശുദ്ധിയിലഭിഷേകം, യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു പുതിയ അഭിഷേകം ആഗ്രഹിക്കുന്നു. അഭിഷേകം, ആമേൻ ആമേൻ. അഗ്നിയിലഭിഷേകം, വിശുദ്ധിയിൽ വിശുദ്ധിയിലഭിഷേകം, ദാസരിലേകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കരമൊന്ന് വീശി പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ആമേൻ ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.